ഇതാരാ? ഇത് CID സ്റ്റാൻലി കുബ്രിക്. പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക് യു. ഇതൊരു ലെഫ്റ്റ് കനൈൻ ടൂത്ത്. ഇതിൽ ബ്ലഡ് ഉണങ്ങിയിരിപ്പുണ്ട്. ഇത് 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ ഇളകിയതായിരിക്കാം. ഇത് പേഷ്യൻറ്റിൻ്റെ ഒറിജിനൽ പല്ലല്ല, പ്രോസ്തെറ്റിക്സ്. പ്രോസ്തെറ്റിക്സിൽ പല ടൈപ്പുണ്ട്. ഇറ്റ്സ് നോട്ട് ടൈറ്റാനിയം, ദിസ് ഈസ് സിർക്കോണിയം. ബാംഗ്ലൂരിലും ചെന്നൈയിലും മാത്രമാണ് ഈ സിർക്കോണിയം കൊണ്ട് കൃത്രിമ പല്ലുകൾ ഉണ്ടാക്കുന്നത്. ചെന്നൈയിൽ ഡെന്റോ ടെക്നോ എന്നൊരു കമ്പനി അടയാറിലുണ്ട്. ഈ പല്ല് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തപ്പോൾ 3 മാസത്തിനുള്ളിൽ വിക്ടിമിൽ ഫിക്സ് ചെയ്തിട്ടുള്ളതാണെന്ന് കണ്ടു. ഡെന്റോടെക്കിലേക്ക് ഫോൺ ചെയ്തു. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ അവർക്ക് 4 ലെഫ്റ്റ് കനൈൻ ടൂത്തിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഡോക്ടേഴ്സ് ആ കമ്പനിക്ക് ഫോൺ ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട്. പേഷ്യൻറ്റിൻ്റെ നെയിം ആൻഡ് അഡ്രസ്, ഫോൺ നമ്പർ എല്ലാം ഇതാ ഇതിലുണ്ട്. താങ്ക് യു സർ. വടാ സർ, കമ്മീഷൻ അടുത്ത ആഴ്ച CM-നെ കാണുന്ന കാര്യം പറഞ്ഞിരുന്നു. അടുത്ത ആഴ്ച PM വരുന്നുണ്ട്. ഒരുമിച്ച് മീറ്റ് ചെയ്യാം. ഓ മൈ ഗോഡ്, താങ്ക് യു. വെൽക്കം. മിസ്റ്റർ കൗശിക്, ഐ എം കമ്മിങ് ഫ്രം ഡെന്റോടെക്. ഷോ പക്ക. ഹലോ മിസ്റ്റർ, ആരുടെ അവൻ എന്റെ പല്ല് നോക്കാൻ? എക്സ്ക്യൂസ് മീ, ഐ എം ഫ്രം ഡെന്റോടെക്. നിങ്ങളുടെ ലെഫ്റ്റ് കനൈൻ ടൂത്ത് മാറ്റി വെച്ചിരുന്നില്ലേ? ഒരു റെഗുലർ ചെക്കപ്പ്. പെർഫെക്റ്റ്, താങ്ക് യു. സാർ, രാമകൃഷ്ണൻ ഉള്ളിലുണ്ടോ? അകത്ത് പൂജ നടക്കുകയാണ് സാറേ. ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. സൈലന്റ് പൂജയാ സാർ. നീ ഇവിടെ എന്തിയാ? പൂജയ്ക്ക് ശല്യം ഉണ്ടാവാതെ കാവലിരിക്കാൻ. എന്റെ പണ്ട പോയേ. നമസ്കാരം സർ, ഞാൻ ഡെന്റോടെക്കിൽ നിന്ന് വരിക. വായം തുറക്കോ. പെർഫെക്റ്റ്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. സർവീസ് ഉണ്ടേ. ശരി, പൊയ്ക്കോ. എന്റെ ലിസ്റ്റിലുള്ള 3 പേർക്കും പല്ല് അവിടെ തന്നെ ഇരിപ്പുണ്ട്. നിന്റെ ലിസ്റ്റ് എന്തായി? ഒരുത്തൻ കൂടെ ബാക്കിയുണ്ട്. ഫോൺ ചെയ്തു, സ്വിച്ച് ഓഫ്. പേരെന്താ? സുന്ദർദേവ്. സുന്ദർദേവ്. നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അടിക്കല്ലേ. നീ എവിടെ നിന്നാണ് വരുന്നത്? മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല. അതിനിടയ്ക്ക് മോശം. എന്റെ അച്ഛന്റെ പേരെന്താടാ? എന്താടാ മിണ്ടാത്തത്? പറയടാ. 2 അടി കിട്ടുമ്പോ പോലീസ് പിടിച്ചേൽപ്പിക്കണം. പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ പോലീസിനെ വിളിക്കും. നീ ഇതുപോലെ എത്ര മോഷണം നടത്തിയിട്ടുണ്ടോ? ചോദിക്കാനും പറയാനും ആരുമില്ലേ? അവൻ കള്ളനാ, അവൻ അടിക്കാതെ. നീ എന്താ പോലീസോ? പോലീസിനും അടിക്കാനുള്ള അധികാരമില്ല. ഇതുപോലത്തെ കുട്ടികളുള്ള നാട്ടിൽ മനുഷ്യൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? എന്നാ വീട്ടിൽ തന്നെ ഇരിക്കുക. വടാ. അനി, അനി, എന്തിനടായി വേണ്ടാത്ത പണിക്കിരിക്കുന്നേ? ഇതുങ്ങളെ നീ ഇവിടെ കൊണ്ടുപോവാ? മിണ്ടാരിക്കടി. ഏത് ഫ്ലോർ? 3rd floor. ഡോർ നമ്പർ T16. എടാ അനി, നീ എവിടെ പോവാ? എടാ സർ പ്ലീസ് സർ, വേണ്ട സർ. സർ സർ വേണ്ട സർ, പ്ലീസ് സർ. സർ, ബാൽക്കണി എവിടെ? ഇതാ അവിടെ. അതിങ്ങനെ അയ്യോ. മാമ, മാമ. എവിടെയാടാ പോയത്? വന്ന ജോലി കഴിഞ്ഞു. ഇവിടെ എന്താ ജോലി? നമസ്കാരം. നമസ്കാരം. ഞാൻ സുന്ദർദേവിന്റെ ഫ്രണ്ടാ. എന്റെ പേര് പ്രഭാകരൻ. ഇത് കാർൽ മാർക്സ്. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ എന്നെ കാണാൻ സാധ്യതയില്ല. ഞാൻ സുന്ദർദേവിന്റെ സ്കൂൾ ഫ്രണ്ടാ.
വരുന്ന 3-ാം തീയതി സ്കൂളിലെ അലുമിനിയെ. അതിനെ സുന്ദർദേവനെ എങ്ങനെ കോൺടാക്ട് ചെയ്യണമെന്ന് അറിയില്ല. ശരി, ഈ അഡ്രസ്സ് എങ്ങനെയാ നിങ്ങൾക്ക് കിട്ടിയത്? അത് അശോക് തന്നതാ. കുറച്ച് ഉയരം കുറഞ്ഞ് വണ്ണമുള്ള. അശോക്. ശരി, അകത്തേക്ക് വരൂ. വരൂ, ഇരിക്കൂ. എന്താ കുടിക്കാൻ എടുക്കണ്ടേ? ഏയ് ഒന്നും വേണ്ട. എനിക്കൊരു ഗ്ലാസ് വെള്ളം. ആ, സുന്ദർദേവ് എപ്പോഴാ വരുന്നത്? അയാൾ ഇങ്ങോട്ട് വരാറില്ല. ഞങ്ങൾ ഡിവോഴ്സായിട്ട് 2 വർഷമായി. ഇതാ. നിങ്ങളുടെ മോൻ എങ്ങനെയാ മരിച്ചത്? ടെറസിൽ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചപ്പോൾ ടാങ്കിൻ്റെ മൂടി തുറന്ന് ഉള്ളിൽ ഒളിച്ചിരുന്നു. പക്ഷെ അവനത് തുറക്കാൻ പറ്റിയില്ല. സുന്ദർദേവ് എന്നെ ഉപേക്ഷിക്കാനുള്ള പ്രധാന കാരണം ഞാൻ കുട്ടിയെ ശ്രദ്ധിച്ചില്ല എന്നതാ. ഞാൻ അവനെ കൊന്നതെന്ന് പറഞ്ഞ് എന്നെ ഇട്ടിട്ട് പോയി. അവിടെ ഇരുന്ന ഫോട്ടോ എന്തിനാ താഴെ വെച്ചിരിക്കുന്നത്? ഞാൻ വെച്ചതല്ല, സുന്ദർ തന്നെ വെച്ചതാ. എന്താ പറഞ്ഞത്? എപ്പോ വന്നെന്നാ? ഒരു 3-4 ദിവസം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. മോൻ്റെ ഫോട്ടോയും കയ്യിൽ വെച്ച് കുറേ കരഞ്ഞു. ഈ പൂവെല്ലാം അതും സുന്ദർ തന്നെ കൊണ്ടുവന്നതാ. സുന്ദർ ഇപ്പോൾ എവിടെ ജോലി ചെയ്യുന്നത്? കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് ടീച്ചറായിരുന്നു. അത് പിന്നെ റിസൈൻ ചെയ്തു. ഇപ്പോൾ എവിടെ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. സുന്ദർദേവ് ഇപ്പോൾ എവിടെ താമസം? ഏതോ ഒരു ഗ്രീൻസ് റോഡിൽ നന്ദിനി അപ്പാർട്ട്മെന്റ്സിലാന്ന് പറഞ്ഞേ. കുടിക്കാൻ കുറച്ച് ജ്യൂസ് തരാമോ? ആ, എടാ നീ എന്ത് എടാ പതുക്കേടാ. മാമ, അയാളെ കണ്ടാലേ അറിയില്ലേ, വലിയ പോലീസുകാരനാ. പോലീസാ? അതെ മാമ. അയ്യോ, എന്റെ സമയം ശരിയല്ല എന്ന് തോന്നുന്നു. നാളെ രാവിലെ തന്നെ പളനിക്ക് പോയി മുട്ടയടിക്കണം. എന്നാലേ കഷ്ടകാലം മാറും. എന്റെ പൊന്നുമക്കളെ, ഇനി നിങ്ങൾ എങ്ങും പോണ്ട. എന്റെ പഴയ തേപ്പുകട വീണ്ടും തുടങ്ങി. ഇനി നിങ്ങളെ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. ശരി മാമ. സത്യമായി നോക്കിക്കോളാം. ഇനി പോലീസ് വന്ന് ചോദിച്ചാ മാമ നല്ലവനാണെന്ന് പറയണം. പറയാം മാമ. ആഹാ, താങ്ക്സ് എടാ. Ma'am, I'll need 4 passport-size photos Okay. and copies of your Okay, Aadhaar ma'am. card and your PAN card. Okay. How much I have to pay? Advance is 15,400. Okay, Balance ma'am. you can pay later. Sure. മാഡം, സോഫ വന്നിട്ടുണ്ട്. Thank you. Sorry, sir. We are closed for today. ഞാനിതുവരെ ഫില്ല് ചെയ്ത് കഴിഞ്ഞില്ല. Sir, we'll call you. ലുക്ക് വാട്ട് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. Leave now. ഇതെന്ത് ന്യായമാ? ടെൽ മീ ദ റീസൺ. ഞാനിത് ഫില്ല് ചെയ്യാതെ പോകില്ല. വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? വാട്ട് ഈസ് ദിസ്? എന്താ പ്രോജക്റ്റ്? എത്രയാ വാല്യൂ? 30 crores. ഡൺ.
അനി വാ ഇറങ്ങാം. നീ സുന്ദർദേവിന്റെ വീട്ടിലേക്ക് പോ. എനിക്ക് SS നഗറിൽ ഒരു കാര്യമുണ്ട്. എന്താടാ ഒരുമിച്ച് പോകാന്ന് ഞാൻ പറഞ്ഞിട്ട്? പറയുന്ന പോലെ ചെയ്യേ. എന്താ? എനിക്കൊരു ജോലി വേണം. എന്താടി മോഷണ ജോലിയാണോ? വെളിയിൽ മുഴുവൻ കട്ടുപിടിച്ചിട്ട് നീ വീട്ടിലേക്ക് കയറണോ? മനു ഒരു മിനിറ്റ് വെളിയിൽ നിൽക്കും. എടാ എടാ അനി, ഇവൻ എന്തിനാ എന്നെ പുറത്താക്കിയത്? ഇവൻ എപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഞാനെന്തിനാ ഇതൊക്കെ നിന്നോട് പറയുന്നേ? അങ്ങോട്ട് മാറിക്ക്. ഇവനകത്ത് എന്ത് ചെയ്യുക? അനി, അനിയൻ പൂങ്കുടവൻ. സാർ, നിങ്ങൾ ആരെ കാണാൻ വന്നതാ? സുന്ദർദേവനെ. മേഡം ഒരു മിനിറ്റ്. ഇവിടെ സുന്ദർദേവ് എന്ന് പറഞ്ഞ ഒരാള് അറിയില്ല. 2-3 ദിവസമായിട്ട് വീട് പൂട്ടിക്കിടക്കുക. അയാൾ എവിടെ ജോലി ചെയ്യുന്നറിയോ? ഏതോ സ്റ്റോക്ക് ബ്രോക്കർ എന്ന ഹസ്ബൻഡ് പറഞ്ഞു കേട്ടത്. വേറൊന്നും അറിയില്ല. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. സാറേ, ഒരുത്തൻ സുന്ദർദേവന്റെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചിട്ട് പോയി. എന്ത് ചെയ്യണം? അവനെ ഫോളോ ചെയ്. ശരി സാർ. പിന്നെന്ത് ചെയ്യണം? അവനെ പിടിക്ക. അനി, ആ സുന്ദർദേവന്റെ വീട്ടിൽ ഞാൻ പോയി. വീട് പൂട്ടിയിരിക്കുക. അടുത്തുള്ളവരോട് ചോദിച്ചിട്ട് ആർക്കും ഒന്നും അറിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. ഇപ്പം നിന്നെ 4 പേര് ഫോളോ ചെയ്യുന്നുണ്ട്. എന്നെയോ? മനു, ഉടനെ തിരിഞ്ഞു നോക്കരുത്. ഞാൻ പറയുന്നത് ചെയ്യും. ആരാടാ നീ? എന്തിനാ ആ വീട്ടിൽ ചെന്നത്? ഡേയ്, നിന്റെ വായിലെന്താ? ചോദിച്ച കേട്ടില്ലേ? ആരും നോക്ക്.
അവനെ കൊല്ലടാ. സാർ എന്നെ ഒന്നും ചെയ്യില്ല സാർ, ഞാൻ പോയിക്കോളാം. എടാ ഓടിക്കടാ. ആരാണ് നിങ്ങളെ അയച്ചത്? സാർ എനിക്കൊന്നും അറിയില്ല. കാർത്തികേയൻ 5000 രൂപ തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നതാ. വേറെ ഒന്നും എനിക്കറിയില്ല. പറഞ്ഞ പൈസ പോലും തന്നില്ല സാർ, ഞങ്ങളെ പറ്റിച്ചു. നിങ്ങളുടെ ഏരിയ ഏതാ? ചെങ്കച്ചുള. കാർത്തികേയൻ കൊച്ചുവേളി. സാറ് പറഞ്ഞ പോലെ ഞങ്ങൾ അവനെ ഫോളോ ചെയ്തു സാർ. അവൻ ഞങ്ങളെ പഴയ ഒരു ഗോഡൌണിലേക്ക് ഓടിച്ച് കയറ്റി. ഒരു പൊക്കമുള്ള ഒരുത്തനും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 കൂടി സകല അടവും പയറ്റി. പക്ഷെ അവന്റെ മുമ്പ് പിടിച്ചു വയ്ക്കാനായില്ല. അവൻ ഞങ്ങളെ ഇടിച്ചു കൂട്ടി സാർ. അവരൊക്കെ അവിടെ കിടക്കുക, ഞാൻ മാത്രം ഓടി രക്ഷപ്പെട്ടു. അവർക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ സാർ. അവർ 2 ദിവസം മുമ്പ് ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. പിന്നെ സാർ കുറച്ച് പൈസ അഡ്വാൻസ് കിട്ടിയെങ്കിൽ നന്നായിരുന്നു. വെഡിങ് ആനിവേഴ്സറിയാ, വൈഫിന് സാരി വാങ്ങണം. ആണോ സാർ? ഞാനിപ്പോൾ എവിടെ വരേണ്ടത്? 8ാമത്തെ നിലയിലോ? ശരി സാർ. വരുന്നു. വാ പോവാം. വെയിറ്റ്. പാറു,
ആ കണ്ണാടി ഇങ്ങ് എടുത്തോണ്ട് വാടി. ഈ പാദയാത്രയ്ക്ക് എന്തിനാ കണ്ണാടി? വന്നു കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഏയ് പറയുന്ന കേക്ക്. അവിടെ ആരാ നിപ്പുണ്ടടി? വരുമ്പോ ടോർച്ച് കൂടെ എടുത്തോ. അനി വാ പോവാം. അനി വാടാ പോവാം. എന്ത് പറ്റി? ഈ നേരത്ത് കണ്ണാടി എന്തിനാ? എന്താ നിങ്ങൾ നോക്കുന്നേ? അവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എന്ത് പറ്റി? ആരോ രണ്ടുപേർ നിൽക്കുന്ന പോലെ തോന്നിയടി. ആ വാ വാ, വന്നു കിടന്ന് ഉറങ്ങ. വേറെ പണിയൊന്നുമില്ല. നമുക്ക് മുന്നേ ഇവിടെ ആരോ വന്നിട്ടുണ്ട്. അതിലൊരാൾ ആണ്. ഷൂ സൈസ് 10, ഹൈറ്റ് 5'11". ഒന്ന് തന്നെ. ഞാനൊന്നും കാണുന്നില്ലല്ലോ. നീ നോക്കുന്നു, ഞാൻ തേടുന്നു. അനി ഒന്നും കിട്ടിയില്ലല്ലോ. നമ്മളിനി എന്ത് ചെയ്യും? എന്താ ഇത്? എന്തോ വെച്ചിരുന്നതിന്റെ പാടാ. ഈ ടേബിളിൽ 2-3 ദിവസത്തെ പൊടി കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ കുറച്ചേ ഉള്ളൂ. അവിടെ ഇരുന്ന് ആരെങ്കിലും എടുത്തു കാണും. എന്തായിരിക്കും അത്? മനു, ആ ടേപ്പിംഗ് ഇതാ. നിന്റെ ഫോൺ എടുത്ത് ബുക്സ് ആപ്പ് ഓപ്പൺ ചെയ്യ. അതിൽ ലൈറ്റ്നിങ് ഫിസിക്സ് ആൻഡ് എഫക്റ്റ് ആ ബുക്ക് എടുക്കുക. അതിന്റെ ഡയമെൻഷൻ എത്രയാ? 21.5 by 27.5 സെന്റിമീറ്റേഴ്സ്. ഇവിടെ ഒരു ബുക്ക് ഇരിപ്പുണ്ടായിരുന്നു, ലൈറ്റ്നിങ് ഫിസിക്സ് ആൻഡ് എഫക്റ്റ്. ഡിറ്റക്റ്റീവ് അനിയൻ പൂങ്കുടവൻ.
എവിടെയാ നമുക്ക് പിഴച്ചത്? എങ്ങനെയാ നമ്മുടെ ഓട്ടം നിലച്ചത്? ഇനി എന്ത് ചെയ്യും അങ്കിൾ? One coffee.